ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് കത്തി നിൽക്കുന്ന വിഷയം ഹിജാബ് ആണല്ലോ. അപ്പൊ ഹിജാബിനെ കുറിച്ച് തന്നെ നമുക്ക് ഇന്ന് സംസാരിക്കാം. ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോയ പെൺകുട്ടിയോട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞില്ല, കാസാം മാനേജ്മെന്റ് സ്കൂള് ഹിജാബ് ധരിക്കുന്നതെന്നും വിലക്കി. ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ലെന്ന് ആ പെൺകുട്ടിയോട് ആ കാസാം മാനേജ്മെന്റ് പറഞ്ഞു. എന്താണ് അതിൽ എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ സംഭവം ആഘോഷിക്കുന്ന കാസ കൂസ സംഘി ക്രിസംഗികളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. എന്റെ ഒന്നാമത്തെ ചോദ്യം, ഇതേ സ്കൂളിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ശബരിമലയിൽ പോകാൻ വേണ്ടി വ്രതം നോറ്റി മാലയിട്ട് ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ മാല ഊരാൻ വേണ്ടി ഇതേ മാനേജ്മെന്റ് പറയോ? അങ്ങനെ ഈ മാനേജ്മെന്റ് ആ കുട്ടിയോട് മാല ഊരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്കൂളിന്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? എന്തായിരിക്കും സംഘികൾ ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന അവസ്ഥ? രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഏതെങ്കിലും ഹിന്ദു പെൺകുട്ടി ചന്ദനക്കുറിയുമായി പോയാൽ ആ ചന്ദനക്കുറി മായ്ക്കണമെന്ന് ആ മുസ്ലിം മാനേജർ പറഞ്ഞു എന്തായിരിക്കും ആ സ്കൂളിന്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? എന്തായിരിക്കും സംഘികൾ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ? മൂന്നാമത്തെ ചോദ്യം, അതേ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ വരുന്ന കുട്ടികളെല്ലാം മുസ്ലിം ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, എല്ലാവരും ഹിജാബ് ധരിക്കണം, ഹിജാബ് യൂണിഫോം എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും സ്കൂളിന്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? എന്തായിരിക്കും സംഘികളും ക്രിസ്തംഘികളും ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ? നാലാമത്തെ ചോദ്യം, മാർക്കസിന്റെ കീഴിലുള്ള ലോ കോളേജിൽ പഠിക്കുന്ന ഒരുപാട് കന്യാസ്ത്രീമാരുണ്ട്. ആ കന്യാസ്ത്രീമാരോട് നാളെ തൊട്ട് നിങ്ങൾ ശിരോവസ്ത്രം ധരിച്ച് ഈ ലോ കോളേജിൽ വരാൻ പാടില്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആ മാർക്കസ് ലോ കോളേജിന്റെ അവസ്ഥ? എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? എന്തായിരിക്കും സംഘികളും ക്രിസംഘികളും ഇവിടെ കാണിച്ചു കൂട്ടുന്ന അവസ്ഥ? അവസ്ഥയൊന്നുമില്ല, കേരളം കത്തുന്നുണ്ടാവും. മുക്കില് കേരളം ഈ സംഘികളും ക്രിസംഘികളും കത്തിക്കുന്നുണ്ടാവും. അപ്പൊ എന്താണ് ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി എന്റെ അഭിപ്രായം കുറച്ചും കൂടി നല്ല രീതിയിൽ എന്റെ അൻസാരി ഉസ്താദ് പറയുന്നുണ്ട്. അൻസാരി ഉസ്താദ് പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമുക്ക് എന്തായാലും അത് കേട്ടിട്ട് വരാം. പ്രധാനപ്പെട്ട മറ്റു വാർത്തയിലേക്കാണ്. ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. എറണാകുളത്ത് ഹിജാബിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ടു. കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് ഹൈസ്കൂളിലാണ് സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ച് സ്കൂളിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഹിജാബ് അനുവദിക്കില്ല എന്നും അത് സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ലെന്നും മാനേജ്മെന്റ് നിലപാടെടുത്തു. ഇതേ തുടർന്ന് സ്കൂൾ അടച്ചിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഹിജാബിന്റെ പേരിൽ പുറത്തുനിന്ന് ചിലരെത്തി സ്കൂളിൽ ഭീകരാന്തരീക്ഷം പറയണ്ട. ഈ അരമീറ്റർ തുണി തലയിൽ കിടന്നാലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമോ? ഒരു ഭീകര എന്ന വാക്ക് മലയാളത്തിൽ അവിടെ വന്നില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്തയാണ് ജനജീവിക്ക്? അതൊക്കെ പോട്ടെ. എനിക്ക് ഇത് ഈ കുട്ടി ചെയ്ത് അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷകർത്താക്കൾ ചെയ്ത് വളരെ മോശമാണ്. കാരണം ഈ പ്രപഞ്ചത്തിൽ പ്രത്യേകിച്ച് മലയാളക്കരയിൽ ആദ്യമായിട്ടൊരു കുട്ടി നിലവിൽ ഈ ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ കയറുന്ന പറഞ്ഞത് അതൊരു നിലവിലുള്ള നടപടിക്രമത്തിന് എതിരാണ്, അല്ലേ? ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന ബഹുമാനപ്പെട്ട സിസ്റ്ററിന്റെ അമ്മ പോകുന്നുണ്ടേ, ഇവരെ തലയിൽ കിടക്കുന്നത് ഹിജാബല്ലേ? എന്താണ് ആ കുട്ടിയുടെ തലയിൽ കിടക്കുന്ന ഇവർ തമ്മിലുള്ള വ്യത്യാസം? ഇപ്പൊ മുഖം മറക്കാൻ നിഖാബ് കൊണ്ട് മുഖം മറച്ചെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ത് വേണം? ഇപ്പം ഇത്തരം ഒരു പൊതുവിദ്യാലയത്തിൽ അവർ ധരിക്കണം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ അവിടുത്തെ രീതികൾ പാലിക്കണമെന്ന് പറയാം. എത്രയോ സ്കൂളുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ, ആലപ്പുഴ അടക്കം എത്രയോ സ്കൂളുകൾ കുട്ടികൾ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിൽ ഹിജാബ് ഇട്ടുകൊണ്ട് ആർക്കും ചൊറിയുന്നില്ലല്ലോ. നിങ്ങൾക്ക് മാത്രം ഒരു ചൊറിച്ചിൽ. നിങ്ങളുടെ ചൊറിച്ചിലിന്റെ പിന്നിലുള്ള ഈ അസുഖം എന്താണെന്ന് അറിയാം? കാസക്കാർ കയറ്റി തരുന്ന പിരിയാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ത്യയിൽ തന്നെ കേരളേതര സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരങ്ങളെ പോലെ പാരസ്പര്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാടാണ്. ഇപ്പൊ തന്നെ ഈ നാട്ടിലെ ക്രൈസ്തവരിൽ നല്ലൊരു ശതമാനം ആളുകളും മുസ്ലിം വിരോധം നല്ല രൂപത്തിൽ അവർക്ക് രൂപപ്പെടുത്തപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വെള്ളക്കുപ്പായത്തിന്റെ ഉള്ളിൽ, ഈ വെള്ള ലോഹക്കുള്ളിൽ ചില കലാകാരന്മാരാണ്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. നമ്മൾ ഇപ്പോൾ തേലക്കാടച്ചിനപ്പോൾ ആളുകളെ കാണുമ്പോൾ അങ്ങേറ്റ ബഹുമാനമാണ്. അതുപോലെ തന്നെ ചില കന്യാസ്ത്രീകളും. അതിന് ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഈ കോട്ടയം മുണ്ടക്കയം ഭാഗത്തൊരു സ്കൂളിൽ ഒരു ഹിന്ദു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നമുക്കറിയാം. 2 വർഷം കഴിഞ്ഞിട്ടില്ല സംഭവം നടന്നിട്ട്. ആ പെൺകുട്ടിയുടെ സ്വസമുദായത്തിൽപ്പെട്ട സതീർത്ഥ്യനായ സഹപാഠികളായ കുട്ടികൾ ആ കുട്ടികൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ അഭിപ്രായം പറയുകയും അവരുടെ നിലപാട് കൃത്യമായി ശക്തിയുക്തമായ കുട്ടികൾ പറഞ്ഞു. മാനേജ്മെന്റും അന്ന് സഭകളൊന്നും ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ലേ. 3-ാം ദിവസം ഈ കുട്ടിയുടെ സമുദായത്തിൽപ്പെട്ടവരോടൊപ്പം കുറച്ച് തട്ടമിട്ട ഈ 1 മീറ്റർ ഈ തുണി ഉണ്ടല്ലോ, ഈ തുണി തലയിൽ കിടന്ന കുട്ടികൾ കൂടി വന്നിട്ട് പറഞ്ഞു ആ കുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് വ്യക്തമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ അപ്രതിഷേധ സ്വരത്തിൽ തന്നെ പറഞ്ഞു. പിന്നെ നടന്നത് എന്താ? പിന്നെ മാനേജ്മെന്റ് ഈ വിഷയം വഴിതിരിച്ചു വിടാൻ കണ്ട ഏറ്റവും നല്ല മാർഗം ഇതിന്റെ പിന്നിൽ കുറച്ച് തീവ്ര സ്വഭാവമുള്ള ഇസ്ലാമിസ്റ്റുകളാണ് പറഞ്ഞു. ഇതേ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് തട്ടവിട്ട പെൺകുട്ടികളെ കണ്ടപ്പോൾ സബ്ജക്ട് മാറ്റിയതാണ്. പിന്നെ ലോഹക്കുള്ളിലെ കലാകാരന്മാർ ഉൾപ്പെടെ വിളിച്ച മുദ്രാവാക്യം പോ കാക്കാന്നാ. ഇപ്പോഴും എന്റെ കിടപ്പുണ്ട്. എന്റെ ഫേസ്ബുക്കിൽ ഒന്ന് ബാക്കിലേക്ക് പോയാൽ കാണാൻ പറ്റും. ഞാൻ അന്ന് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ ചോദിക്കേ, ഒരു മുസ്ലിം കുട്ടിയെ അല്ലെങ്കിൽ ഒരു തട്ടമിട്ട കുട്ടിയെ കാണുമ്പോൾ അങ്ങനെ ചൊറിയുന്ന അല്ലെങ്കിൽ വിഷയം ആ വഴിക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ സംഘപരിവാർ അല്ലെങ്കിൽ ഇസ്ലാം വിരോധികളായ ആളുകൾക്ക് അവരുടെ കൂടെ ഒരു സപ്പോർട്ട് കിട്ടുന്ന രൂപത്തിലേക്ക് വിഷയത്തെ വഴിതിരിച്ചു വിടാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത ഉണ്ടല്ലോ, ഇതിന്റെ തൽഫലം നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ മുസ്ലിം സമൂഹത്തോടുള്ള അന്ധമായ വിരോധം, അതിന്റെ കാരണങ്ങൾ പലതുമുണ്ട്.
പക്ഷേ നിങ്ങൾ ഓരോ വിഷയത്തിനും പിടിച്ചു തൂങ്ങി നിങ്ങൾ ഉണ്ടാക്കുന്ന അലമ്പ്, ഈ അലമ്പിന്റെ പരിണിത ഫലം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പല വഴിക്കും അനുഭവിക്കേണ്ടി വരും. ഞങ്ങൾ ഗാലറിയിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നല്ലോ ജാർഖണ്ഡിൽ, നിങ്ങൾ കണ്ടതല്ലേ, ജാർഖണ്ഡിലേക്ക് നിങ്ങൾ കാണുന്നില്ല, വടക്കേന്ത്യയിലേക്ക് നിങ്ങൾ കാണുന്നില്ലേ, ഓടിച്ചിട്ട് അടിച്ച് തുണിയിലാതല്ലേ ഓടിക്കുന്നത്. കല്യാണത്തിന് മണവാട്ടിനെ കൊണ്ടുവരുന്ന പോലെ നിൽക്കിട്ട് കൊണ്ടുവരുന്നത്. ഇത് കേരളത്തിലും നടക്കാൻ പോണേ ഉള്ളൂ. നിങ്ങൾ സൂചിപ്പിച്ച് തടയിക്കോ, നിങ്ങൾ തടകി കൊടുത്തോ. വയനാട് കണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ കയറിയ കുത്തിക്കീറുന്നല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് 1/2 മീറ്റർ തട്ടമിട്ട പെൺകുട്ടികൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ തുന്നത്തലാണ് നടത്താൻ വന്നോ? അത് നിങ്ങളെ മതം മാറ്റാൻ വന്നോ? അതാ അരിയും ഗോതമ്പും പിണ്ണാക്കുന്നത് നിങ്ങളെ സൂചിപ്പിച്ചോ? ഒരു കുട്ടി ഇവിടെ ഈ ബാക്കിയുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഇല്ലാത്ത സോക്കേടെന്നാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നിങ്ങളുടെ തലയിൽ കിടക്കുന്ന ഇതേ മതവേശമല്ലേ? നിങ്ങൾ മതവേശമല്ലേ എല്ലായിടത്തും ഉള്ളത്? സ്കൂളുകളിൽ തന്നെ, ഒരു പൊതുവിദ്യാലയത്തിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് സ്കൂളിൽ തന്നെ ആണെങ്കിലും ഒരു മതത്തിന്റെ ചിഹ്നങ്ങളോ മറ്റൊന്നും കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു സർക്കുലറും ഇല്ലല്ലോ. നിങ്ങൾ ബൈബിൾ കൊടുത്ത് വിടാറില്ലേ? ഈ മറൈൻ ഡ്രൈവിൽ ഞാനും എന്റെ വൈഫ് കൊടുക്കുമ്പോൾ ഞങ്ങൾ എന്റെ മക്കളിലേക്ക് കൊടുത്തു ബൈബിൾ. RSSന്റെ TG മോഹൻദാസ് തന്നെ പറഞ്ഞില്ലേ, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സഭയുടെ കീഴിലുള്ള ഏതെങ്കിലും ഹോസ്റ്റൽ സംവിധാനമുള്ള സ്ഥലത്ത് അവിടെ താമസിക്കുകയാണെങ്കിൽ അവിടെ ഡ്രോയിൽ കാണും ഒരു ബൈബിൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വിമർശിച്ചിട്ടില്ലേ? എവിടെയും ബൈബിൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ മുസ്ലിങ്ങൾ ആരെങ്കിലും ഇതിന്റെ പിന്നാലെ വരുന്നുണ്ടോ? ഞങ്ങൾക്ക് ബൈബിൾ കണ്ടാൽ എന്താ ഉരുങ്ങാൻ? അപ്പൊ നിങ്ങൾ ഈ എല്ലാത്തിനും പിടിച്ചൊരു മുസ്ലിം സമുദായത്തിനെ ഏകപക്ഷീയമായി ആക്രമിക്കുക, അതിനുവേണ്ടി കോപ്പ് കൂട്ടുക, അതിന് സംഘപരിവാർ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ വലിയ പണി കാസ എടുക്കുന്നുണ്ട്. ആ കാസക്ക് വേണ്ടി നിങ്ങൾ കുഴൽ ഊന്നുന്നുണ്ടെങ്കിൽ ഇതിന് സമയം പോലെ കിട്ടുമ്പം ഞങ്ങൾ ആശംസകൾ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെല്ലാം കണ്ടറിയാം. കമ്മിങ് സൂൺ. ഉസ്താദ് പറഞ്ഞത് തന്നെയാണ് കാസയോടും കാസാ സ്നേഹികളോടും എനിക്കും പറയാനുള്ളത്. നിങ്ങൾ ചൂടുവെള്ളം കാച്ചിരുന്നു. നിങ്ങൾ കേരളത്തിൽ സംഘപരിവാറിന് ഇടം കൊടുക്കാൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടല്ലോ. സംഘപരിവാർ കേരളത്തിൽ ഇടം നേടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടുക കാസക്കും കാസ അനുകൂലികൾക്കായിരിക്കും. അപ്പൊ ഈ ചൂടാക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ കിട്ടിയ സ്ഥലത്ത് നല്ലോണം ചൂട് പിടിക്കാൻ എടുത്തോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇന്ന് നടന്ന സംഭവത്തിൽ ഈ സ്കൂളിനെയോ സ്കൂൾ മാനേജ്മെന്റിനെ അനുകൂലിക്കുന്ന കാസയും സംഘിയും അല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത്, ഉത്തരേന്ത്യയിൽ ബജ്രംഗ് ദളും സംഘപരിവാറും ക്രൈസ്തവരോട് ചെയ്യുന്നത് തന്നെയല്ലേ ഈ ക്രൈസ്തവ മാനേജർ ഈ കാസ മാനേജ്മെന്റ് ഇന്ന് ആ സ്കൂളിൽ ആ മുസ്ലിം പെൺകുട്ടിയോട് ചെയ്തത്. പിന്നെ കുറെ സംഘികളും ക്രിസംഘികളും എന്റെ കമന്റ് ബോക്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ മുസ്ലിങ്ങളെ സുഖിപ്പിച്ച് കിട്ടുന്ന റീച്ച് കൊണ്ട് ജീവിക്കുന്നവനല്ലേ. അവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ജീവിക്കുന്നതും ഞാൻ ജോലി ചെയ്യുന്നതും മുസ്ലിം സഹോദരങ്ങളുടെ ചുറ്റുപാട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അവരെ കുറിച്ച് കൃത്യമായി അറിയുന്ന കാര്യങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളും മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ ആ മുസ്ലിം സഹോദരങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യം നേടാൻ പറ്റുമെന്ന് സംഘപരിവാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ സംഘപരിവാറെ നിങ്ങളെപ്പോലുള്ള പൊട്ടന്മാരല്ല ആ മുസ്ലിം സഹോദരങ്ങൾ. അവർക്കറിയാം ശരി ഏത് തെറ്റേതെന്ന്. അതുകൊണ്ട് ആ സംഘി വർഗീയവാദികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഞാൻ എന്റെ വീഡിയോയിൽ ഇതുവരെ ഏതെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തെയോ എന്റെ മതമായ ഹിന്ദു വിശ്വാസത്തെയോ ഏതെങ്കിലും മുസ്ലിം വിശ്വാസത്തെയോ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഇവയിലെല്ലാം പെടുന്ന കുറെ പുഴുക്കുത്തുകളെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും പറയും, നാളെയും പറയും. എന്റെ ഈ ചാനൽ ഉള്ളിടത്തോളം കാലം അത്തരം പുഴുക്കുത്തുകളെ കുറിച്ച് പറയും. അതിലേറ്റവും വലിയ പുഴുക്കുത്തുകളാണ് സംഘികളും ക്രിസംഘികളും കാസയും. അവരെന്നിൽ നിന്ന് ഒരു ദയ്യം പ്രതീക്ഷിക്കേണ്ട. എന്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവർക്കെതിരെ വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇന്ന് ഈ ഹിജാബ് വിഷയം കത്തി നിൽക്കേണ്ടത് കേരളത്തിലെ സംഘപരിവാറിന്റെ മാത്രം ആവശ്യമാണ്. കാരണം നമുക്കറിയാം സംഘപരിവാർ ഇന്ന് പ്രതിരോധത്തിലാണ്. അവരുടെ ശാഖയിൽ വെച്ച് പീഡനം മൂലം ഒരു യുവാവ് ആത്മഹത്യ ചെയ്തത് ഇന്നലെയാണ്. ആ സംഭവം മറക്കാൻ വേണ്ടി, ആ വിഷയം കേരളക്കാരെ മറക്കാൻ വേണ്ടി ഈ സംഭവം കത്തിക്കേണ്ടത് സംഘപരിവാറിന്റെ ആവശ്യമാണ്. ആ സംഘപരിവാറിന്റെ ആവശ്യം സ്വന്തം ആവശ്യം എന്ന രീതിയിൽ നടത്തിക്കൊടുക്കേണ്ടത് കേരളത്തിലെ കാസയുടെ കൂടെ ആവശ്യമാണ്. കാരണം സഹോദരനായ സംഘികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെടുത്തേണ്ടത് സഹോദരനായ കാസയുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങളോടും കൂടിയാണ്. ഒരു കുട്ടി ഹിജാബ് ധരിച്ചത് കൊണ്ടോ ഒരു കുട്ടി ചന്ദന കുറി തൊട്ടത് കൊണ്ടോ നമ്മുടെ സ്കൂളിനോ നമ്മളെ കേരളത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ കുട്ടികളെ നിങ്ങൾ എതിർക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വിഷമം അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കും. ആ കാസ മാനേജ്മെന്റിനോടും കേരളത്തിലെ എല്ലാ കാസയോടും കാസ ആരാധകരോടും ഞാൻ ഒന്നുകൂടി പറയുന്നത്, നിങ്ങൾ ആ വെള്ളം ചൂടാക്കി വെച്ചോ. നിങ്ങൾക്ക് കിട്ടുമ്പോ ആ വെള്ളം വെച്ച് നിങ്ങൾക്ക് നല്ലോണം ചൂട് പിടിക്കാം. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഹിജാബ് ധരിക്കുമ്പോ കുരുപൊട്ടുന്ന കാസ കൂസ ക്രിസംഗി സംഘികളോട് പുച്ഛം മാത്രം, ഒരു ലോഡ് പുച്ഛം മാത്രം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.